സരിതഹരി. ഇന്നത്തെ ഉച്ചപൂജയുടെ കളഭാലങ്കാരം. ഇന്ന് ശ്രീലകത്ത് ഉണ്ണിക്കണ്ണൻ വലത്തെ കയ്യിൽ താമരപ്പൂവും ഇടത്തെ കയ്യിൽ ഒരു ഓടക്കുഴലും പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്ര ദിവസം നമ്മൾ ഗുരുവായൂർക്ക് വരണ ഭക്തജനങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ ചോദിച്ചിട്ടല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇന്ന് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം, ഞാൻ സാധാരണ അനുഭവങ്ങൾ അങ്ങനെ പറയണ്ട എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടത്തിലാണ് കേട്ടോ. അതൊക്കെ നമ്മൾ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ആയിരുന്നു എൻ്റെ മൈൻഡിൽ ഇത്ര കാലം. പക്ഷേ ഇന്ന് എനിക്കുണ്ടായ ആ ഒരു അനുഭവം എനിക്കത് നിങ്ങളോട് പങ്കുവെക്കേണ്ട, ഞാൻ പിന്നെ മറ്റാരോടാണ് പറയുക. അതുകൊണ്ട് ഞാൻ പറയാം കേട്ടോ. സാധാരണ രീതിയിൽ എല്ലാ വ്യാഴാഴ്ചകളിലും ഞാൻ ഗുരുവായൂർക്ക് വരണ സമയത്ത് ഗുരുവായൂരപ്പന് കദളിപ്പഴവും പട്ടും വെക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ അതിൻ്റെ കൂടെ ആ കദളിപ്പഴവും പട്ടിൻ്റെയും കൂടെ താമരയും വെക്കാൻ തുടങ്ങി. അതെന്താണെന്നറിയില്ല, എനിക്ക് താമര അങ്ങനെ ഭഗവാന് കൊടുക്കണം എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ ഞാനങ്ങനെ കൊടുത്തു തുടങ്ങി. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ഗുരുവായൂരപ്പന് താമര മാത്രമായിട്ട് കൊടുത്തു. കദളിപ്പഴവും പട്ടും ഞാൻ വാങ്ങിയില്ല. അപ്പോൾ ഞാൻ താമരയായിട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ, ഒന്ന് കദളിപ്പഴവും പട്ടും ഇല്ലല്ലോ, താമര മാത്രമാണല്ലോ. ഞാൻ തന്നെയാണ് മനസ്സിൽ വിചാരിച്ചത് അങ്ങനെ തന്നെ കൊടുക്കുക എന്നുള്ളത്. പക്ഷേ എനിക്കിങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇത് രണ്ടും ഇല്ലല്ലോ, ഒരു പോരായിക ഇങ്ങനെ മനസ്സിൽ തോന്നുകയാണ്. അപ്പോൾ വ്യാഴാഴ്ച തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഞാൻ പറഞ്ഞില്ലേ, പൊതുവെ കുറച്ച് തിരക്ക് കുറവാണ്. അപ്പോൾ അങ്ങനെ അതും കൊണ്ട് ഞാൻ നാലമ്പലത്തിലെത്തി. അപ്പോൾ ഏകാന്തമൊന്നുമല്ല, അതായത് മണ്ഡപത്തിൻ്റെ മുൻപിലായിട്ട് ഭക്തജനങ്ങളോട് തൊഴുത് നീങ്ങാൻ പറയണ സമയമല്ല. നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും അടുത്തേക്ക് തന്നെ നിന്ന് തൊഴാൻ സാധിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് തിരക്ക് കുറവായതുകൊണ്ട് തന്നെ ഞാൻ ആ താമരയൊന്ന് അവിടെ സമർപ്പിച്ചിട്ട് ഞാൻ ഗുരുവായൂരപ്പനോട് പറഞ്ഞു, ഞാൻ ഒന്നും ആവശ്യപ്പെടാറില്ല. അതായത് ഞാൻ ഈ കദളിപ്പഴവും പട്ടും വെക്കണ സമയത്തും ഞാനൊന്നും നാരായണായിരി സമർപ്പയാമി എന്നല്ലാതെ മറ്റൊന്നും ഞാൻ ഗുരുവായൂരപ്പനോട് ഇത് വെച്ചിട്ട് ഞാനൊന്നും ആവശ്യപ്പെടാറുമില്ല, ഒന്നും പറയാറുമില്ല. എൻ്റെ ഒരു സന്തോഷത്തിന് ഞാനത് സമർപ്പിക്കണു, അത്രയേ ഉള്ളൂ. പക്ഷെ ആ താമര വെച്ച അന്ന് ഞാൻ വ്യാഴാഴ്ച ഞാൻ ഗുരുവായൂരപ്പനോട് പറഞ്ഞു, ഭഗവാനെ ഈ താമര ഗുരുവായൂരപ്പൻ സ്വീകരിച്ചു എങ്കിൽ ഈ മാസം ഈ കർക്കിടക മാസം കഴിയണതിൻ്റെ ഉള്ളിൽ ഒരു ദിവസം അങ്ങയുടെ ഉച്ചപൂജയുടെ കളഭാലങ്കാരത്തിൽ താമരപ്പൂ കയ്യിൽ പിടിച്ച് നിൽക്കണ ആ ഒരു അലങ്കാരം കാണിക്കണേ എന്നൊന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മാസത്തിൽ വേണമെന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് വ്യാഴാഴ്ച കഴിഞ്ഞ് ഇന്നിപ്പോൾ ഞായറാഴ്ചയായിട്ടല്ലേ ഉള്ളൂ, ഇത്ര പെട്ടെന്ന് തന്നെ ആ ഒരു റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും എന്താ പറയുക വിചാരിച്ചില്ല. എന്ന് ഞാൻ നാലമ്പലത്തിലേക്ക് കാരണം കൂടെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിക്കുക, എന്താ അലങ്കാരം ഒന്ന് നോക്കി. എനിക്ക് വെച്ചാൽ അങ്ങോട്ട് കാണുന്നില്ല. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്താ അലങ്കാരം എന്നൊന്ന് പറഞ്ഞു തരുമോ. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, താമരപ്പൂ കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു തന്നപ്പോൾ ശരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ അത് എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റണില്ല. അതിലുപരി സന്തോഷമാണോ സങ്കടമാണോ എന്താണ് ആ ഒരു ഫീൽ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഞാൻ എത്രത്തോളം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയണില്ല. പക്ഷെ എനിക്ക് എൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു ആ സമയത്ത്. അത്രയധികം സന്തോഷമായിരുന്നു ആ ഒരു ഉച്ചപൂജ കളഭാലങ്കാരം കണ്ടു തൊഴുതപ്പോൾ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മനസ്സിലെ അത്രയും ആത്മാർത്ഥമായി എന്തെങ്കിലും കാര്യം നമ്മൾ ഗുരുവായൂരപ്പനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പൻ എന്തായാലും സാധിച്ചു തരും എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിൽ വിചാരിക്കാൻ. ഞാനൊരു പരീക്ഷണത്തിനൊന്നും അല്ലാട്ടോ ഒരിക്കലും ഞാൻ അങ്ങനെ എന്താ പറയുക താമര സമർപ്പിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഒരിക്കലും ഭഗവാനോട് അത് പറഞ്ഞത്. പക്ഷെ എനിക്കൊരു മനസ്സിനെന്താ അറിയില്ല, എനിക്കങ്ങനെ സാധാരണ എനിക്കങ്ങനെ ഒന്നും തോന്നാറില്ല. പക്ഷെ അന്ന് തോന്നി, ഞാനത് വെച്ചു. ഇന്നിതാ ഉച്ചപൂജയുടെ കളഭാലങ്കാരം. എനിക്കിപ്പോൾ അത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, ഞാനത് പറയണത് കംപ്ലീറ്റ് ആവുമെന്നൊന്നും എനിക്ക് അറിയണില്ല. അത്രത്തോളം എനിക്ക് സംസാരിക്കാൻ പോലും എനിക്ക് വാക്കുകൾ കിട്ടണില്ല. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു അനുഭവം ഭഗവാൻ എനിക്ക് നേരിട്ട് കാണിച്ചു തന്നു. അതെനിക്ക് ആ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിന്ന് നിങ്ങളോട് ഇത് പറയാമെന്ന് തീരുമാനിച്ചത്. സാധാരണ ഞാൻ എൻ്റെ കൃഷ്ണാനുഭവങ്ങളൊന്നും ആരോടും അങ്ങനെ പറയാറൊന്നുമില്ല. എന്താ വെച്ചാൽ അത് നമുക്കറിയില്ലല്ലോ, എല്ലാവരും അത് വിശ്വസിച്ചോളണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരോടും പറയാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ സാധിക്കണില്ല, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഭഗവാന് എന്ത് സമർപ്പിച്ചാലും ഭഗവാനോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് മനസ്സിൽ ഉറപ്പിച്ചോളൂ, വിശ്വസിച്ചോളൂ, ഭഗവാൻ കൂടെ ഉണ്ടാവും. വിശ്വസിച്ച് ഭഗവാനെ എന്ത് കാര്യത്തിനാണോ നമ്മൾ സമീപിക്കണത് അത് നമുക്ക് തിരിച്ച് ഭഗവാൻ തരും. ഒന്നല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ ഭഗവാൻ അത് കാണിക്കും എന്നുള്ളത് നിങ്ങൾ വിശ്വസിച്ചോളൂ. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.